വെൽക്കം ബാക്ക് ടു സൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പയർ ഡേറ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഞാനിവിടെ പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളത്, അതിൻ്റെയൊക്കെ എക്സ്പയർ ഡേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 കോളുണ്ട്: പ്രൊഡക്റ്റ് ഡേറ്റ്, മന്ത്, എക്സ്പയർ ഡേറ്റ്. ഇതിൽ എക്സ്പയർ ഡേറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡേറ്റ്, അതിന് ശേഷം നമുക്ക് ഏതാണോ ആ ഡേറ്റ്, പിന്നെ കോമ, പിന്നെ എത്ര മന്ത്സിലോട്ടാണ്, പിന്നെ -1. ഈ ഒരു ഇക്വേഷനായിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പയർ ഡേറ്റ് കാണുന്നത്. ഈ മന്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഡേറ്റ് ആണെങ്കിൽ വേറെ രീതിയിലാട്ടോ കാണുക. ഇതിപ്പോൾ മന്ത്സ് ആയതുകൊണ്ട് ഒരു 5 മന്ത്സ് കഴിഞ്ഞിട്ടാണ് എക്സ്പയർ ആവുക എന്നുള്ള രീതിക്കാണ് ഞാൻ ചെയ്തത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ്പയർ ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഇഡാപ്റ്റ് ആ ഒരു ഈ ഡേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഓക്കെ, സ്റ്റാർട്ട് ഡേറ്റ്, പിന്നെ എൻ്റെ എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത്. സോ ഇനി ഡേ ലെഫ്റ്റ്, എത്ര ദിവസം ഡേ ലെഫ്റ്റ്, എത്ര ദിവസം, ആ ഒരു കൗണ്ടിങ് ആണ് ഇവിടെ തുടങ്ങുന്നത്. നമുക്കൊരു കൗണ്ടാണ് അവിടെ കിട്ടുന്നത്. നമ്മളിപ്പോൾ എപ്പോൾ നോക്കുമ്പോഴും ആ ഒരു ഡേറ്റ്, എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ട് എന്താ -2 ഡേ, പിന്നെ ബ്രാക്കറ്റ്, കോസ്റ്റ് ബ്രാക്കറ്റ് ചെയ്യാം. എന്തായി, ആ ഒരു ഇന്നത്തെ ദിവസത്തെ വെച്ചിട്ടാണ് അവിടെ നോക്കുക. ഇപ്പോൾ ഇന്നത്തെ ദിവസം, ഇപ്പോൾ 11/6/2025, അത് ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ അത് എക്സ്പയർ ആയി എന്നുള്ള രീതിക്കാണ് കാണിച്ചത്. ഞാൻ ജസ്റ്റ് ഫോർമാറ്റ് ഒന്ന് മാറ്റിയതാണ്. അവിടെ ഡേറ്റിൻ്റെ ഫോർമാറ്റ് വന്നപ്പോൾ അതൊന്ന് ജനറലിൽ ഇട്ടു. അപ്പോൾ ആ ഫോർമാറ്റ് മാറ്റിയപ്പോൾ മനസ്സിലായില്ലേ, ഡേ ലെഫ്റ്റ് ഇപ്പോൾ നമ്പേഴ്സായിട്ട് വരും. ഇതിപ്പോൾ നമുക്ക് ഡേറ്റ് ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഡേ ലെഫ്റ്റും മാറും. ഇപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഡേറ്റ് മാറ്റുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അത് മാറിപ്പോവും. ഇനി സ്റ്റാറ്റസ് എക്സ്പയർഡ് ആയോ അല്ലെങ്കിൽ എക്സ്പയറിങ് സൂൺ ആണോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു ഇഫ് അതിലെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഡേ ലെഫ്റ്റ് ഇടുക. ഡേ ലെഫ്റ്റ് ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് വാല്യൂ വരികയാണെങ്കിൽ അത് എക്സ്പയർഡ് ആയി. ഡബിൾ ഇൻവെർട്ടർ കോമയിൽ എന്ത് ചെയ്യുക, എക്സ്പയർഡ് ഇടുക. ദെൻ അത് ഒരു കോമ ഇട്ടതിന് ശേഷം അടുത്ത കമൻറ്റ് എന്താണ്, ഈഫ് എന്നുള്ള കമൻറ്റ് തന്നെയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. കോമ ഇടുക, പിന്നെ ഈഫ് എന്നുള്ള കമൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഡേറ്റ് പർട്ടിക്കുലർ ഡേ ലെഫ്റ്റ് കേട്ടോ, ഡേ ലെഫ്റ്റ് എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഏതാണോ കണ്ടീഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അത് ഏത് കണ്ടീഷനാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ. കാരണം ചിലപ്പോൾ വീക്ക്ലി നമുക്ക് റിമൈൻഡർ വരണം, അല്ലെങ്കിൽ വീക്കിലി നമുക്ക് സ്റ്റാറ്റസ് ചേഞ്ച് കാണിക്കണം, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ചേഞ്ച് കാണിക്കണം, ഇത്ര ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചേഞ്ച് കാണിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതാണോ കമൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള കമൻറ്റ് മാത്രം കൊടുക്കുക. അപ്പോൾ ആ സ്റ്റാറ്റസിൻ്റെ ഇതിൽ കൊടുക്കുക കേട്ടോ. ഈ ഒരു കമൻറ്റ് ആ ഒരു ഇത് പർട്ടിക്കുലർ എക്സ്പയറിങ്സ് അത് എന്ത് എഴുതി കാണിക്കണം തീരുമാനിക്കുക നിങ്ങളാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഡേറ്റ് അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഒന്നും എഴുതി കാണിക്കണ്ട. ഈ ഒരു കമൻറ്റ് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ട് തരാം. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് എക്സ്പയർ ഡേറ്റ്, ഡേ ലെഫ്റ്റ്, സ്റ്റാറ്റസ്. ഇനി അടുത്തത് എന്താ, ഇനി നമുക്ക് ഈ എക്സ്പേർഡ് എന്ന് പറയുമ്പോൾ റെഡ് കളറിലൊക്കെ കണ്ടിട്ടില്ലേ, അത് ഒരു റിമൈൻഡറാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിമൈൻഡ് ചെയ്യുന്ന സിസ്റ്റമാണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇപ്പോൾ ഈ ഒരു എക്സ്പേർഡ് ആയിട്ടുള്ളത് മനസ്സിലെ ആ എക്സ്പേർഡ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് ഇതാക്കുമ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് അത് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത്. അതിൽ ഫോർമാറ്റ് സെൽസിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, കണ്ടോ, ഒരുപാട് ഓപ്ഷൻ. അതിൽ ഏറ്റവും അടിയിലുള്ള ഓപ്ഷൻസ് എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, കമൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ല സോർട്ടിങ്ങൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതൊക്കെയാണ്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടത്. ഇപ്പോൾ എക്സ്പയർഡ് ആണെങ്കിൽ റെഡ് കളർ, എക്സ്പയറിങ് സോൺ ആണെങ്കിൽ വേറെ എന്തെങ്കിലും കളർ, അങ്ങനെ. അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് കിട്ടും വേണം, ഓട്ടോമാറ്റിക്കൽ റിമൈൻഡറാണത് കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ആ താഴത്തെ ഓപ്ഷൻ എടുത്തു, അതിലോട്ട് ഞാനെന്ത് ഈക്വൽ ടു അടിച്ചു കൊടുത്തിട്ട് ഏത് സെല്ലിലാണോ വരേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്തു, ഡോളർ സിമ്പൽ വേണ്ട. സോ ഇതിന് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഇട്ട് കൊടുത്ത ശേഷം എന്തിനാണ് വേണ്ടത്, എക്സ്പേർഡ് ആയിട്ടുള്ളതിനാണ് നമുക്ക് കളറ് മാറി വരേണ്ടത്. സോ ആ ഒരു എക്സ്പേർഡ് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. ഡബിൾ ഇൻവെർട്ടർ കോമ ഇടുക, അതിലോട്ട് എക്സ്പേർഡ് എന്നുള്ളതിൽ ഓപ്ഷൻ എക്സ്പേർഡ്
എക്സ്പേർഡ് എന്ന് നമ്മൾ കാണിക്കുമ്പോൾ അവിടെ റെഡ് കളർ കാണിക്കണം. സോ എക്സ്പേർഡ് എന്നുള്ളത് സിമ്പൽ അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കളർ ഇട്ട് കൊടുക്കണ്ടേ. കളർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിൽ പോയി അതിലെന്ത് ചെയ്യുക, നമുക്ക് കളർ ഫില്ല് ചെയ്യേണ്ടത് ഓപ്ഷൻ എടുക്കുക. ഏത് കളറാണോ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യുക. പിന്നെ ഓക്കെ കൊടുക്കുക. അഗൈൻ ഓക്കെ. അപ്പോൾ എക്സ്പേർഡിൻ്റെ അവിടെ എന്ത് വന്നു, പക്ഷേ ഈ എക്സ്പേർഡ് 2 എക്സ്പേർഡ് ഇല്ലേ, അതെന്താ നമ്മളങ്ങനെ, പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തത് ആകെ ആ മുകളിലത്തെ എക്സ്പേർഡ് മാത്രമല്ലേ, അതുകൊണ്ടാണ് അത് വന്നത്. സോ നമുക്ക് ആ ഒരു ഹെഡർ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സെലക്ട് ചെയ്യണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ. ഹെഡർ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പോവുക. അതിൽ ന്യൂ റോൾ എടുക്കുക. ന്യൂ റോൾ എടുത്തിട്ട് ഏറ്റവും അടിയിലായിട്ടുള്ളത് കാണിക്കുക. അതിലെടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. നമുക്ക് ഏതിലാണോ കാണിക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. ദെൻ ആ ഡോളർ സിമ്പിൾ നമ്മൾ റിമൂവ് ചെയ്യുക. സോ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കൊടുക്കുക. കമൻറ്റ് പറയുന്നത് എക്സ്പേർഡാണ് അല്ലെങ്കിൽ എക്സ്പയറിങ് സൂൺ ആണ്. സോ നമുക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എക്സ്പേർഡാട്ടോ. അതുകൊണ്ട് എക്സ്പേർഡ് എന്നുള്ള കമൻറ്റ് എടുത്ത ശേഷം എന്ത് ചെയ്തു, ആ ഒരു ഡബിൾ ഇൻവെർട്ടർ കോമയിൽ എക്സ്പേർഡ് എന്നുള്ള കമൻറ്റ് കൊടുത്തു. ദെൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്തത് ഫോർമാറ്റിൽ പോവുക. ഫോർമാറ്റിൽ പോയിട്ട് ഏത് കളറാണോ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ദെൻ അഗെയിൻ ഓക്കെ കൊടുക്കുക. സോ എത്ര എക്സ്പേർഡ് ആയിട്ടുള്ളതുണ്ട് അതിനൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വന്നു, റെഡ് കളർ വന്നു. ഇനിയിപ്പോൾ ഡേറ്റ് മാറ്റുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ റെഡ് കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അല്ലെങ്കിൽ എക്സ്പയറിങ് സൂൺ കൊടുത്താൽ എക്സ്പയറിങ് സൂണുള്ള ഇതേപോലെ 100 റോൾ എടുക്കുക. അതിൽ എക്സ്പയറിങ് ഇത് താഴത്തെടുക്കുക. എക്സ്പയറിങ് സൂൺ എന്നായിട്ടുള്ളത് എടുക്കുക. ഇതേപോലെ നമ്മളെല്ലാം സെറ്റാക്കി. ഇനി ഇതിൻ്റെ നമുക്ക് ഡേയ്സ് ആക്കി കൊടുക്കാം. ഇതൊരു ഡേയ്സ് ആക്കി കൊടുത്തു ഞാൻ കേട്ടോ. ഡേയ്സ് ആക്കി കൊടുത്തതിന് ശേഷം ഡേയ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഒരു 90 ഡേയ്സ് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി മാറുന്നത് കണ്ടില്ലേ, ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റം കേട്ടോ. ഓട്ടോമാറ്റിക്കലി നമ്മൾ വൺസ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഡേറ്റും ഇതൊക്കെ മാറുന്നതിന് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് മാറും. അപ്പോൾ നമുക്കിതിൽ പോയിട്ട് മാറ്റേണ്ട ആവശ്യമോ അല്ലെങ്കിൽ പോയിട്ട് ഡേറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് വളരെ ഇതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് മാറിയതുണ്ടല്ലേ, എക്സ്പേർഡ് എന്നുള്ള എഴുതി കാണിച്ചത് എക്സ്പയറിങ് സൂൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചു. ഇനി ഡേറ്റ് മന്തല്ലേ നമ്മൾ നോക്കിയത്, പ്രൊഡക്റ്റ് ഡേറ്റ് അതേപോലെ പ്ലസ് മന്ത് ഡേറ്റ് അതേപോലെ ഡേയ്സും +1 ചെയ്ത് കൊടുത്താലും ഇതേപോലെ ഡേ ലെഫ്റ്റ് കിട്ടും. സോറി, ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റണം. ഇത് ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ ഫോർമാറ്റ് മാറ്റിയിട്ട് ജനറൽ ആക്കുമ്പോൾ അത് ഡേറ്റ് ആയിട്ട് കാണിക്കും. മനസ്സിലായില്ലേ. നമുക്ക് എന്താ ചെയ്യാം, പ്രൊഡക്റ്റ് ഡേറ്റും ഡേറ്റ്സും തമ്മിൽ ആഡ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, -1 കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തത് എന്തായിരുന്നു, ഈ ഡേറ്റ് വെച്ചിട്ടായിരുന്നു. ഇത് മാത്രമേ ഡിഫറൻസ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്പയർ ഡേറ്റ് കിട്ടും. എക്സ്പയർ ഡേറ്റ് കിട്ടിയാൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. അപ്പം മന്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പഠിച്ചു, മന്ത് എത്ര, അതേപോലെ ഡേറ്റ്സ് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പഠിച്ചു. ഇത് കാരണം ഡേ ലെഫ്റ്റ് ഓട്ടോമാറ്റിക്കലി മാറും, കാരണം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അതേപോലെ സ്റ്റാറ്റസും മാറും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 3 കമൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് ഈ ഡേറ്റ് വെച്ചിട്ട്, അതേപോലെ ഡേ ലെഫ്റ്റ് ആണെങ്കിൽ ടുഡേ ആണ് നമുക്ക് മെയിനായിട്ട് അവിടെ കൊടുക്കുന്നത്. ആ ഒരു ടുഡേ കമൻറ്റാണ് അവിടെ വരുന്നത്. സോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പോയി സെറ്റ് ചെയ്തത് ഈഫ് വെച്ചിട്ടുള്ള കമൻറ്റ് വെച്ചിട്ട് ദെൻ നമ്മൾ കളർ വരാൻ വേണ്ടിയിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ് ചെയ്തു. ഇത് ഒരു വട്ടം പഠിച്ചു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേ ഒരു പാറ്റേണിൽ ചെയ്യാൻ പറ്റും. എക്സ്പയർ ഡേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, എന്താണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു എക്സൽ ഫയൽ തുറക്കുമ്പോൾ തന്നെ സെറ്റായി കാണിക്കും. അതുകൊണ്ട് തന്നെ ഈ കാൽക്കുലേഷൻസിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. ഡേറ്റ് മാറുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് അത് കാണിക്കുകയും ചെയ്യും. കളറിലും ഡിഫറൻസ് ഉണ്ടാവും.